ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്. ഇതിന് പ്രധാനമായിട്ടും ക്യൂറിങ് ടൈം വേണ്ട. അതായത് നമ്മൾ സാധാരണ ഒരു സിമെൻറ്റ് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ അതിനകത്ത് ക്യൂറിങ് നടത്തണം. ഇത് അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഇതിന് ആവശ്യമില്ല എന്ന് പറഞ്ഞാലും ഒരു 21 ഡേയ്സ് എയർ ക്യൂറിങ് ഇതിന് നിർബന്ധമാണ്. അതായത് ഇത് അപ്ലൈ ചെയ്തിട്ട് 21 ഡേയ്സ് അതിൽ വേറെ പ്രൈമറുകളൊന്നും അപ്ലൈ ചെയ്യാതെ ഒരു 21 ഡേയ്സ് ഇട്ട് കഴിയുന്നതാണ് ഇതിൻ്റെ എയർ ക്യൂറിങ്. പക്ഷേ നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്പീഡിൽ കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകാനും പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു മുഖ്യ അഡ്വാൻറ്റേജ്. ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് ആണ് വെള്ളത്തിൻ്റെ യൂസേജ് വളരെ കുറവ് മതി. കാരണം സിമെൻറ്റ് പ്ലാസ്റ്ററിങ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ യൂസേജ് വരും. കാരണം ഇത് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ മിക്സ് ചെയ്യുന്നതിന് നല്ല വെള്ളം വരും. അത് കഴിഞ്ഞ് നമ്മൾ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 6-7 ദിവസം നമ്മളിത് നന്നായി ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളത്തിൻ്റെ ആവശ്യം വരും. ഇതിനെ സംബന്ധിച്ച് മിക്സ് ചെയ്യുന്നതിന് വളരെ കുറവ് മതി, അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുമ്പോഴും കുറവ് മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ക്യൂറിങ്ങിൻ്റെ ഇതിനകത്ത് ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് വെള്ളത്തിൻ്റെ യൂസേജ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. കാരണം ചില സ്ഥലങ്ങളിലെല്ലാം വെള്ളത്തിന് ഷോർട്ടേജുള്ള സ്ഥലങ്ങളിൽ ഇതൊരു ബെസ്റ്റ് സൊല്യൂഷനാണ്. കാരണം നമുക്ക് ഇതിനകത്തുള്ള വാട്ടറിൻ്റെ യൂസേജ് മാക്സിമം കുറയ്ക്കാം. കാരണം ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം വാട്ടറിനുള്ള ടൈറ്റുകൾ വരും, അല്ലെങ്കിൽ വാട്ടറിൻ്റെ ഒരു പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത് മാക്സിമം നമുക്കിത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് കാർബൺ ഫുട് പ്രിൻറ്റ് നന്നായി കുറയ്ക്കാൻ പറ്റും. കാരണം ജിപ്സം മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ സിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെയല്ല. സിമെൻറ്റിനെ സംബന്ധിച്ച് ചെയ്ത് എടുക്കുമ്പോൾ വളരെയധികം കാർബൺ ഫുട് പ്രിൻറ്റ് കൂട്ടി വരുന്നുണ്ട്. കാരണം ഇനി ഒരു കാർബണിൻ്റെ എല്ലാം ഒരു ടാക്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സിമെൻറ്റിൻ്റെതായ രീതിയിലുള്ള ഒരു ഇഷ്യൂസ് വരും. ഈ ജിപ്സത്തിനെ സംബന്ധിച്ചുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ബിൽഡിംഗ് മെറ്റീരിയലാണ്. ഈ ഗ്രീൻ ബിൽഡിംഗ് മെറ്റീരിയൽ ആവുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ കാർബണിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കാർബൺ ഇതിനുള്ള ഉപയോഗിക്കാൻ വരുന്നത് വളരെ കുറവാണ്. അപ്പോൾ കാർബൺ ഫുട് പ്രിൻറ്റ് കുറയ്ക്കുന്നത് കാരണം ഈ ജിപ്സമാണ് ഈ ഗ്രീൻ ബിൽഡിങ്ങിന് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ. ഒരു അഡ്വാൻറ്റേജ് ആണ് സ്ക്രാച്ചുകൾ തീരെ വരില്ല. അതായത് സ്ക്രാച്ചസ് മീൻസ് പാച്ചുകൾ. അതായത് ഇപ്പോൾ നമ്മൾ ഇതിനകത്തൊരു പോർഷനിൽ നമ്മൾ ഇതിനകത്തൊരു ചെറിയൊരു റീവർക്ക് നടത്തുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ രണ്ടാമത് അവിടെ പാച്ച് ചെയ്യുമ്പോൾ തീരെ പാച്ചിങ് കാണില്ല. കാരണം പ്ലാസ്റ്റിക് നമ്മളുടെ സിമെൻറ്റ് മോട്ടർ ആണെങ്കിൽ ഒരു പ്രധാന കുഴപ്പം എന്ന് പറയുന്നത് എവിടെയെങ്കിലും നമ്മൾ ചെറിയൊരു രീതിയിൽ വെട്ടിപ്പൊളി നടത്തി കഴിഞ്ഞിട്ട് അതിനകത്ത് വീണ്ടും റീഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പാച്ചസ് കാണും. ഈ ജിപ്സം പ്ലാസ്റ്ററിങ്ങിൽ പാച്ചസിൻ്റെ വിഷയമേ ഇല്ല. ഇനി അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വയറിങ്ങിൻ്റെ ടൈമിൽ നമ്മൾ കോൺഡ്യൂട്ട്സ് ഒക്കെ ഇടുന്നത് ഇനി പ്ലാസ്റ്ററിങ് ഇതേപോലെ ജിപ്സം കഴിഞ്ഞിട്ട് വെട്ടിയിട്ടാലും പ്രോബ്ലം ഇല്ല, അതിന് മുന്നേ ചെയ്താലും കുഴപ്പമില്ല. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സമയം പോവില്ല. ഏതൊരു മെറ്റീരിയലിനെക്കാട്ടിയും ഫിനിഷിങ്, അതായത് ഇതിനകത്ത് ഒരു പാച്ചസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് ഇതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റൂമിനകത്ത് വളരെ കൂൾ ക്ലൈമറ്റ് ആയിരിക്കും. സാധാരണ നമ്മൾ സിമെൻറ്റ് മോട്ടോർ വെച്ച് ചെയ്യുന്ന ഒരു വീടിൻ്റെ അകത്തും ഈ ജിപ്സം ചെയ്തിരിക്കുന്ന ഒരു റൂമിനകത്തും ചുരുങ്ങിയത് ഒരു 3 ഡിഗ്രിയുടെ വ്യത്യാസം കാണിക്കും. അതായത് 3 ഡിഗ്രി കുറഞ്ഞിരിക്കും ജിപ്സം ചെയ്തിരിക്കുന്നതിൽ. കാരണം ഇതിൻ്റെ പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹീറ്റ് നമ്മൾ നന്നായി കടത്തി വിടുന്നില്ല. സിമെൻറ്റ് അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യുന്ന പ്ലാസ്റ്ററിങ് മെത്തേഡ് ചെയ്യുന്നതിനേക്കാൾ വളരെ കുറവ് ഹീറ്റ് മാത്രമാണ് ഇതിനെ കടത്തി വിടുന്നുള്ളൂ. അപ്പോൾ AC അല്ലെങ്കിൽ അതെല്ലാം ചെയ്തിരിക്കുന്ന റൂമുകളിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചൂടിൻ്റെ, അതായത് കറണ്ട് ബില്ലിൽ നന്നായി കുറയ്ക്കാൻ പറ്റും. കാരണം ഇൻസൈഡ് ഇത് ചെയ്യുമ്പോൾ. ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്. ഇത് പ്രധാനമായിട്ടും മോയ്സ്ചർ കണ്ടന്റ് വലിച്ചെടുക്കും, എന്നിട്ട് ഡാമേജ് ആവും. അതുകൊണ്ട് വീടുകളുടെ ഒന്നും പുറം ഭിത്തികൾ യൂസ് ചെയ്യാൻ പറ്റില്ല, പുറം ഭിത്തിയുടെ ഉൾസൈഡിലും യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ബാത്റൂമുകളുടെ ഇൻസൈഡ്, കിച്ചൻ്റെ ഇൻസൈഡ്, അതേപോലെ തന്നെ ഓപ്പൺ ടെറസ് വരുന്ന ഏരിയകളുടെ താഴെ, അതായത് സീലിംഗിൽ ഇത് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. കാരണം മോയ്സ്ചർ കണ്ടന്റ് വലിച്ചെടുക്കും. മോയ്സ്ചർ കണ്ടന്റ് വലിച്ചെടുക്കാത്ത സ്ഥലങ്ങളായുള്ള ബെഡ്റൂം, അങ്ങനെ ഡ്രോയിങ് റൂം, ആ ഏരിയ ഒന്നും പ്രശ്നം വരില്ല. അപ്പോൾ ഈ മോയ്സ്ചർ കണ്ടന്റ് വരുന്ന സ്ഥലത്ത് അത് യൂസ് ചെയ്യാൻ പാടില്ല. ഇതാണ് ഇതിൻ്റെ പ്രധാന ഒരു ഡിസ്അഡ്വാൻറ്റേജസ്. ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ വേറൊരു ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ലേബറിനെ നമുക്ക് ഇതിനകത്ത് വർക്കിംഗ് സൈറ്റിൽ കൊണ്ടുവരേണ്ടി വരും. കാരണം ജിപ്സം ചെയ്യുന്ന ഒരു വർക്കറും വരണം, എല്ലാ ഏരിയയിലും നമുക്ക് ജിപ്സം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ഏരിയ, അതായത് ഔട്ട്സൈഡിൽ വരുമ്പോൾ നമുക്ക് പക്ക പ്ലാസ്റ്ററിങ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ പ്ലാസ്റ്ററിങ് നടക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ടൈപ്പ് ലാബ്ര വേണം, ജിപ്സം പ്ലാസ്റ്ററിങ്ങിന് വേറെ ടൈപ്പ് വേണം.
അപ്പോൾ നമ്മളുടെ സൈറ്റുകളിൽ ഇവരെ കോർഡിനേറ്റ് ചെയ്യാനുള്ള വിഷമം കൂടി വരും. അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. ജിപ്സം പ്ലാസ്റ്ററിങ്ങിന്റെ വേറൊരു ഡിസഡ്വാൻറ്റേജ്, നെയിൽ ഹോൾഡിംഗ് കപ്പാസിറ്റി ജിപ്സം പ്ലാസ്റ്ററിങ്ങിന് ഇല്ല. സാധാരണ പ്ലാസ്റ്ററിങ്ങിൽ ഒരു നെയിൽ ഹോൾഡിംഗ്, അതാണ് അത് പിടിച്ചു നിർത്താനുള്ള കഴിവ് അതിനകത്തുണ്ട്. ഇതിനകത്ത് ഈ ജിപ്സം പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നെയിൽ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇല്ല. അതിന്റെ പ്രധാന കുഴപ്പം എന്ന് പറയുന്നത് ജിപ്സത്തിന് സാധാരണ നമ്മളുടെ പരിക്കിനേക്കാൾ ഡെൻസിറ്റി വളരെ കുറവാണ്. ജിപ്സം പ്ലാസ്റ്ററിങ്ങിന്റെ വേറൊരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് മോയ്സ്ചർ കണ്ടന്റ് അത് എടുക്കാനുള്ള ശേഷിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഹണി കോമ്പ് വരുന്ന സമയത്ത്, അതായത് കോൺക്രീറ്റിലെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ സീലിങ്ങിലോ എന്തെങ്കിലും കാരണവശാൽ അവിടെ ഒരു ഹണി കോമ്പ് വന്നിരുന്നു, അത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമെന്റ് പ്ലാസ്റ്റർ ചെയ്യുന്ന രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ സിമെന്റ് പ്ലാസ്റ്ററിങ് നമ്മൾ ഈ പറയുന്ന മോയ്സ്ചർ കണ്ടന്റ് തീരെ വലിച്ച് സിമെന്റിന്റെ മറ്റേ കമ്പിയുടെ ഉള്ളിലേക്ക് കടത്തിവിടില്ല. 100% നമുക്ക് ശരിയായിട്ട് എടുക്കാൻ പറ്റും. ഈ ജിപ്സം പ്ലാസ്റ്ററിങ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ മോയ്സ്ചർ കണ്ടന്റ് വന്ന് നേരെ അതിനകത്ത് കോൺക്രീറ്റിലേക്ക് വരും. കോൺക്രീറ്റിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ റീഇൻഫോഴ്സ്മെന്റിനെ ബാധിക്കും. അത് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. ജിപ്സം പ്ലാസ്റ്ററിങ്ങിന്റെ വേറൊരു ഡിസഡ്വാൻറ്റേജ് പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മളുടെ നാട്ടിൽ ഫ്ലഡ് അല്ലെങ്കിൽ വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ ജിപ്സം പ്ലാസ്റ്റർ ചെയ്ത വീടുകളിൽ സ്റ്റാൻഡ് ചെയ്യില്ല. കാരണം ആദ്യമേ പറഞ്ഞു, ഇത് മോയ്സ്ചർ കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഫെയിലിയർ ആവും. നമ്മുടെ നാട്ടില് അതേപോലെ തന്നെ 6 മാസം മഴ പെയ്യും. എങ്ങനെ മഴ പെയ്യാന്ന് അറിയാനും പറ്റില്ല. അപ്പൊ ഒരു ഫ്ലഡ് വരുന്ന ഒരു ഏരിയയിൽ ഇത് തീരെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ മൊത്തം ലോസ് ആയിരിക്കും. ആ സമയം സിമെന്റ് പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഇഷ്യൂ വരികയും ചെയ്യില്ല. ജിപ്സം പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ ജിപ്സം വാങ്ങിക്കുന്നത് പ്രത്യേകം കെയർഫുൾ ആയിട്ടിരിക്കണം. കാരണം ഈ ജിപ്സത്തിന്റെ ഷെൽഫ് ലൈഫ് വളരെ കുറവാണ്. കാരണം ടൈം കൂടുതലുള്ള ജിപ്സം എടുത്തു കഴിഞ്ഞാൽ ക്വാളിറ്റി വളരെ കുറഞ്ഞു പോകും. അതുപോലെ തന്നെ മോയ്സ്ചർ തീരെ കടക്കാത്ത രീതിയിൽ വേണം ഇത് സൂക്ഷിക്കാൻ. അപ്പൊ ഇത് വേറൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. കാരണം ഇതിനകത്ത് ഷെൽഫ് ലൈഫ് കുറവാണ്. അതേപോലെ തന്നെ തീരെ അതിന് പ്രൊക്യൂർ ചെയ്ത് വെക്കുന്ന സ്ഥലം അത്രയും വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. ജിപ്സം പ്ലാസ്റ്റർ ചെയ്യുമ്പോഴുള്ള വേറൊരു ഡിസഡ്വാൻറ്റേജ്, ഇത് ചെയ്യുന്നതിന് സ്കിൽഡ് ലേബർ തന്നെ വേണം. അതായത് നമുക്ക് കോമൺലി അവൈലബിൾ ആവുന്ന രീതിയിലുള്ള ഒരു ലേബറെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. സാധാരണ രീതിയിൽ നമുക്കൊരു സിമെന്റ് പ്ലാസ്റ്ററിംഗ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള വർക്കർമാരെ കിട്ടും, സ്കിൽഡ് വർക്കർമാരെ തന്നെ കിട്ടും. അതായത് അതിനകത്ത് നമ്പർ ഓഫ് വർക്കേഴ്സിന്റെ ഈസിനെസ് വളരെ എളുപ്പത്തിൽ കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. അതേപോലെ തന്നെ ജിപ്സത്തിൽ ചെയ്യുന്നതിന്റെ അത്ര ഈസി ആയിട്ട് നമുക്ക് കിട്ടില്ല. അത് ഇതിന്റെ ഒരു വലിയൊരു കുഴപ്പമാണ്. ജിപ്സം പ്ലാസ്റ്ററിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇത് ഫയർ റിട്ടാർഡന്റ് ആണ്. അതായത് ഫയർ റേറ്റിംഗ് മെറ്റീരിയലാണ് ജിപ്സം. അതുകൊണ്ട് നമുക്ക് ഒരു ഫയർ അല്ലെങ്കിൽ അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ജിപ്സത്തിനെ സംബന്ധിച്ച് കൂടുതൽ സമയം അത് വിസ്റ്റാൻഡ് ചെയ്യും ജിപ്സം. അത് ഇതിന്റെ ഒരു പ്രധാന ഒരു അഡ്വാൻറ്റേജ് ആണ്. ജിപ്സത്തിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ്, കാപ്പിലറി റൈസ് തീരെ ഇല്ല. അതായത് നമുക്കൊരു സിമെന്റ് പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ചുമരിന്റെ സൈഡിലെങ്ങാനും നമുക്ക് ഈർപ്പം നിന്നുണ്ടെങ്കിൽ അത്, അതായത് ഒരു എണ്ണ, അതായത് മുകളിലേക്ക് തിരിയില് എണ്ണ കയറി വരുന്നതിലെന്തി ഈ സിമെന്റ് ചെയ്തിരിക്കുന്ന ഭിത്തിയുടെ ഉള്ളിലൂടെ കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള കാപ്പിലറി റൈസ് തീരെ വരുന്നില്ല. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ജിപ്സത്തിന്റെ അഡ്വാൻറ്റേജ് എന്നും പറയാം, ഡിസഡ്വാൻറ്റേജ് എന്നും പറയാം. കാരണം ഇത് ഫാസ്റ്റ് സെറ്റിംഗ് ആണ്. അതായത് ജിപ്സം നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് സെറ്റ് ആവും. കാരണം അതിനകത്ത് ഫാസ്റ്റ് സെറ്റിംഗ് മോഡാണ്. അതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് അവിടെ ഫിനിഷ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അതായത് അതിന്റെ മുകളിൽ പിന്നെ അടുത്ത വർക്കുകൾക്ക് നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ എങ്ങാനും ലാഗ് വന്നു കഴിഞ്ഞത് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊന്നും ചെയ്യാനും പറ്റില്ല. അത് പൊളിച്ചാളേ പറ്റുള്ളൂ. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജും. ഇത് ഫാസ്റ്റ് സെറ്റിങ്ങിനുണ്ട്, ഡിസഡ്വാൻറ്റേജും ഫാസ്റ്റ് സെറ്റിങ്ങിനുണ്ട്. ജിപ്സവും പ്ലാസ്റ്റർ ഓഫ് പാരീസും തമ്മിൽ വ്യത്യാസമുണ്ട്. ജിപ്സം എന്ന് പറയുന്നത് കാൽസ്യം സൾഫേറ്റ് ഡീഹൈഡ്രേറ്റും, പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത് കാൽസ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റും ആണ്. ഇത് ജിപ്സത്തിന്റെ ഒന്നുകൂടി പ്യൂരിഫൈഡ് ഫോമിലാണ് നമ്മൾ ജിപ്സം പ്ലാസ്റ്ററിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡും ഇതിനകത്ത് ജിപ്സത്തിന് വരുന്നുണ്ട്. IS 2542 അതാണ് ജിപ്സത്തിന്റെ IS സ്പെസിഫിക്കേഷൻ. നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അത് നിഷ്കർഷിച്ചിട്ടുണ്ട്. അത് പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്.
ജിപ്സത്തിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, രണ്ടാമത് ജിപ്സം പ്ലാസ്റ്റർ ചെയ്ത ഒരു വർക്കിന്റെ മുകളിൽ നമ്മൾ വേറെ പുട്ടി അപ്ലൈ ചെയ്യണ്ട. കാരണം ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്ത് വരുമ്പോൾ തന്നെ പുട്ടി ഫിനിഷ്ഡ് ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മളൊരു സിമെന്റ് മോട്ടോർ വെച്ച് പ്ലാസ്റ്റർ ചെയ്ത ഒരു സ്ഥലത്ത് നമ്മൾ ഇതിനകത്ത് ഒരു പുട്ടി വർക്ക് ചെയ്യുന്ന ആ ഒരു കോസ്റ്റ് നമ്മൾ ഈ ജിപ്സം പ്ലാസ്റ്റർ ചെയ്ത സ്ഥലത്ത് ചെയ്യുമ്പോൾ അത് നമുക്ക് പ്രോഫിറ്റ് സൈഡിൽ പോകും. ജിപ്സം യൂസ് ചെയ്തിട്ട് നമ്മൾ പുട്ടി ഉപയോഗിക്കാത്ത ഒരാളാണെങ്കിൽ നമുക്കത് നഷ്ടമാണ്. കാരണം മോട്ടറിന് അത് തന്നെയാണ് ലാഭം. ഈ പുട്ടി വരുന്നതാണ് നമുക്ക് ഉപയോഗിക്കുന്നത്, നമുക്ക് ലെസ് ചെയ്യുന്നതാണ് അതിന്റെ പ്രോഫിറ്റ്. ജിപ്സം പ്ലാസ്റ്ററിങ്ങിന്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹെയർലൈൻ ക്രാക്കുകൾ വരില്ല. കാരണം നമ്മൾ സാധാരണ രീതിയിൽ സിമെന്റ് പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ക്രാക്കുകൾ ധാരാളം വരും. കാരണം ഭിത്തിയിലെല്ലാം ഒരുപാട് രീതിയിൽ വരും. കാരണം ഒരു മഴക്കാലവും ഒരു വേനൽക്കാലവും കഴിയുന്നവരെ അതിനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. ജിപ്സം പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഹെയർലൈൻ ക്രാക്ക് എന്നുള്ള വിഷയം വരുന്നില്ല. അത് പെയിന്റിങ്ങിന്റെ സമയത്തായാലും നമ്മൾ ഒരു വർഷം വരെ നമുക്ക് ഈ സിമെന്റ് പ്ലാസ്റ്ററിങ്ങിന് വരും. അതൊന്നും ഈ ജിപ്സം പ്ലാസ്റ്ററിങ്ങിന് വരില്ല. അതിന്റെ ഒരു വളരെ വളരെ ഉള്ളൊരു അഡ്വാൻറ്റേജ് ആണ്. ജിപ്സം പ്ലാസ്റ്ററിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഡെൻസിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ടോട്ടൽ ബിൽഡിങ്ങിന്റെ വെയിറ്റ് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത്, ഒരു സ്ട്രക്ചർ എല്ലാം കണക്കൂട്ടിയ സമയത്ത് ടോട്ടൽ ബിൽഡിങ്ങിന്റെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അതായത് ഇതിന്റെ ഡെൻസിറ്റി കുറഞ്ഞ കാരണം ഈ ജിപ്സം പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, കാരണം നമുക്ക് ഒരു വീടോ അല്ലെങ്കിൽ ബിൽഡിംഗ് തേക്കുമ്പോൾ എത്ര ടണ്ണ് മണലും എത്ര സിമെന്റും വരുന്ന വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് തന്നെ വളരെ വെയിറ്റ് വരും. അപ്പൊ നമ്മളുടെ ലൂസ് സോയിൽ, അതായത് വളരെ ക്ലേ ഏരിയയിലുള്ള ബിൽഡിങ്ങുകൾക്കെല്ലാം സ്ട്രെങ്ത് നമുക്ക് ഫൗണ്ടേഷന്റെ ആ ചെലവ് കുറയ്ക്കാൻ കൂടി ഈ പറഞ്ഞ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്ത് സാധിക്കും. അത് ഇതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. സാധാരണ രീതിയിൽ ജിപ്സം പ്ലാസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് ആളുകളുടെ ഒരു ധാരണ എന്ന് പറയുന്നത് ബിൽഡിങ്ങിന്റെ സ്ട്രെങ്ത് കുറയുമെന്നാണ്. നമ്മൾ സാധാരണ സിമെന്റ് മോട്ടർ ആയാലും അതേപോലെ തന്നെ ജിപ്സത്തിന്റെ പ്ലാസ്റ്ററിങ് ആയാലും ഈ പ്ലാസ്റ്ററിങ്ങുകളുടെ പർപ്പസ് എന്ന് പറയുന്നത് ബിൽഡിങ്ങിന്റെ സ്ട്രെങ്ത് കൂട്ടുന്നൊന്നുമില്ല. ബിൽഡിങ്ങിന്റെ സ്ട്രെങ്ത്തും പ്ലാസ്റ്ററിങ്ങും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈ പ്ലാസ്റ്ററിങ്ങിന്റെ അല്ലെങ്കിൽ ഇതിന്റെ കവർ ചെയ്യുന്ന പർപ്പസ് എന്ന് പറയുന്നത് നമ്മളുടെ ബിൽഡിങ്ങിനോ വീടിനോ വെതറിങ്, അതായത് പുറത്ത് വരുന്ന മഴ, വെയില്, കാറ്റ് അതൊന്നെല്ലാതും സംരക്ഷിച്ച് നിർത്തുന്ന ഒരു ആവരണമായിട്ടാണ് പ്ലാസ്റ്ററിങ്ങിന് ഉപയോഗിക്കുന്നത്. അപ്പൊ സിമെന്റ് പ്ലാസ്റ്ററിംഗ് ആയാലും ജിപ്സം പ്ലാസ്റ്ററിംഗ് ആയാലും നമ്മളുടെ വീടിന്റെ സ്ട്രെങ്തിനെ ഇതൊരു കാരണവശാലും ബാധിക്കുന്നില്ല. ഇത് മൊത്തം ഒരു ആവരണമായിട്ട് നിർത്തിയിട്ട് ഇതിന് ഈ വെതറിംഗ് എന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ് ഈ പ്ലാസ്റ്ററിംഗ് എന്നുള്ള പർപ്പസ് നമ്മൾ ഇതിനെ യൂസ് ചെയ്തിട്ട് കാണേണ്ടത്. അല്ലാതെ സ്ട്രെങ്ത് ആയിട്ടൊരു ബന്ധവുമില്ല. സാധാരണ രീതിയിൽ ജിപ്സം അതേപോലെ തന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് രണ്ട് മെറ്റീരിയലാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ റിഫൈൻഡ് ഫോമാണ് ജിപ്സം. അതുകൊണ്ട് തന്നെ ജിപ്സത്തിന് ക്വാളിറ്റി നന്നായി കൂടി കിട്ടും. കാരണം അഡ്വാൻറ്റേജസും അതിനകത്ത് വരുന്നുണ്ട്. ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നുള്ളത് യൂസ് ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ജിപ്സം ആയിരിക്കും.